ആപതി കിങ്കരണീയം. ആപത്ത് കാലത്ത് എന്തു ചെയ്യും? ഒരു ബ്രാഹ്മണ പണ്ഡിതൻ കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോദിച്ചു. ഒട്ടും അമ്മാന്തിക്കാതെ കാക്കശ്ശേരി ഭട്ടതിരിയുടെ മറുപടി വന്നു. സ്മരണീയം ചരണയുഗളമമ്പായ. ദേവിയുടെ ആ കാലടികളെ സ്മരിച്ചാൽ മതി. അതെ, അമ്മയെ സ്മരിക്കുക, അമ്മയെ ഭജിക്കുക. അമ്മ നമ്മുടെ രക്ഷയ്ക്കായി എത്തും. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ വളയനാട് ദേവീക്ഷേത്രം. കോഴിക്കോട് മാങ്കാവ് ഗോവിന്ദപുരം റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററും തളി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പണ്ട് വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ അധികാര മത്സരം ഉണ്ടായിരുന്ന കാലം. അക്കാലത്ത് സൈനിക ബലവും സാമ്പത്തിക ബലവും കൂടുതൽ സാമൂതിരിക്കായിരുന്നു. എന്നിട്ടും സാമൂതിരി വള്ളുവക്കോനാതിരിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇതിന് കാരണം വള്ളുവക്കോനാതിരിയുടെ ഉപാസനമൂർത്തിയായിരുന്ന അങ്ങാടിപ്പുറത്തെ തിരുമാന്താംകുന്നിലമ്മയുടെ അനുഗ്രഹമായിരുന്നു. സാമൂതിരി സൈനിക ശക്തിയിലും യുദ്ധ നൈപുണ്യത്തിലും തന്നേക്കാൾ പുറകിലുള്ള വള്ളുവക്കോനാതിരിയുടെ ഉപാസനമൂർത്തിയായ തിരുമാന്താംകുന്നിലമ്മയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഈ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൂടെ പോരുമ്പോൾ അമ്മ രാജാവിനോട് പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ സംശയിച്ച് തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ അവിടെ ഞാൻ നിൽക്കും. മുന്നിൽ രാജാവും പിന്നിൽ ഭഗവതിയുമായി യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ അമ്മയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വരികയും സംശയത്താൽ സാമൂതിരി തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ഇത് കാണാനിടയായ ദേവി തൻ്റെ കയ്യിൽ കിടന്ന തിരുവള ഊരിയെടുത്ത്, ഞാൻ വള എറിയുകയാണ്, ഇനി എൻ്റെ സാന്നിധ്യം ഈ വള വീഴുന്ന സ്ഥലത്താകും എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി. ഈ വള ഒരാഴ്ചവട്ടം കറങ്ങിയതിനു ശേഷം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പതിച്ചു. തിരുവള ഒരാഴ്ചവട്ടക്കാലം കറങ്ങിയതിനാൽ ആ പ്രദേശത്തിന് ആഴ്ചവട്ടമെന്നും തിരുവള വീണ സ്ഥലത്തിന് തിരുവളയനാട് എന്ന പേരും വന്നു. അന്നു തൊട്ട് സാമൂതിരി സ്വരൂപത്തിൻ്റെ ഉപാസനാദേവിയാണ് ശ്രീ വളയനാട് ഭഗവതി. ആ ആഴ്ചവട്ടത്ത് ഒരു ചെറിയ കാവുണ്ട്. അതാണ് തറയ്ക്കൽ ക്ഷേത്രം. ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആറാട്ടുപൂജ അവിടെ നടത്തും. പിന്നീട് ആറാട്ട് ആഴ്ചവട്ടത്തെ ശിവക്ഷേത്രമായ തൃശാലക്കുളത്ത് നടത്തും. സാമൂതിരി സ്വരൂപത്തിൽ ഒരു കുട്ടി പിറന്നാൽ ദേവിയുടെ സന്നിധാനത്തിൽ കിടത്തി പോറ്റുകാരനായി കുഞ്ഞിനെ സ്വീകരിക്കുകയാണ് പതിവ്. രുരുജിത്ത് വിധാനത്തിലാണ് ആരാധന. അതായത് രുരു എന്ന അസുരനെ സംഹരിച്ച ദേവി. വളയനാട്ടമ്മയുടെ ദർശനം വടക്കോട്ടാണ്. അതേപോലെ മഹാദേവ ദർശനം കിഴക്കോട്ടും. സമീപത്തായിട്ട് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണേശനും. വടക്ക് കിഴക്കേ മൂലയിൽ ക്ഷേത്രപാലകൻ. ക്ഷേത്രത്തിന് പുറത്തായിട്ട് ചാത്തൻ സങ്കല്പവും ഉണ്ട്. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ കാശ്മീരി സമ്പ്രദായക്കാരായ മൂസത്തുമാരാണ് ശാസ്ത്രീയ ക്രമത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. തഞ്ചാവൂരെ ശിവാങ്കൾ എന്ന ശൈവയോഗി തങ്കത്തകിടിൽ വരച്ച ശ്രീചക്രം ദേവതാസാന്നിധ്യ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകതയാൽ ശത്രുനാശം, അഭീഷ്ടസിദ്ധി എന്നിവയുടെ അനേകം അനുഭവ കഥകളാണ് ഈ ക്ഷേത്രത്തിലെ ഭക്തർക്ക് അനുഭവമായി പറയാനുള്ളത്. ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മകരമാസത്തിലെ കാർത്തിക നാൾ തുടങ്ങി 7 ദിവസത്തെ ഉത്സവം. ഏപ്രിൽ മാസം തറയ്ക്കൽ കാവിൽ തോറ്റമ്പാട്ട്. നവരാത്രി ഉത്സവം. വൃശ്ചിക മാസം 1-ാം തീയതി തുടങ്ങി 41 ദിവസം കളമെഴുത്തുപാട്ട്. കർക്കിടക മാസത്തിലെ ചാന്താട്ടം. കർക്കിടക മാസത്തിലെ ഇല്ലനിറ. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം. വർഷത്തിലൊരിക്കൽ സപ്താഹയജ്ഞം. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്ന് 12 മണി വരെയും വൈകുന്നേരം 5:30 തുടങ്ങി 8 മണി വരെയുമാണുള്ളത്. ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഗുരുതി പൂജ ഉണ്ടായിരിക്കുന്നതാണ്. 7:40 തുടങ്ങി 9 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. അതുപോലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമുണ്ട് വളരെയധികം പ്രത്യേകതകൾ. ഉത്സവത്തിന് മുന്നോടിയായി തളി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ നാന്തകം എഴുന്നള്ളിക്കുന്നതോടെയാണ്
ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. നാന്തകം ക്ഷേത്രത്തിൽ എത്തുന്ന സമയം ദേവി വട്ടോളി ഇല്ലത്തേക്ക് മാറും. ഈ സമയത്ത് ദേവിക്ക് വട്ടോളി ഇല്ലത്ത് മൂസത്തുമാരും ക്ഷേത്രത്തിൽ നാന്തകത്തിന് നമ്പൂതിരിമാരുമാണ് പൂജ നടത്താറ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലാണ് നമ്മൾ കണ്ടേക്കുന്നത്. അമ്മയുടെ ആറാട്ട് പൂജ തറയ്ക്കൽ ക്ഷേത്രത്തിലും അതുപോലെ ആറാട്ട് തൃശാലക്കുളത്തുമാണ് നടത്തുന്നത്. രുരുജിത്ത്, ദക്ഷജിത്ത്, ദാരികജിത്ത്, മഹിഷജിത്ത് എന്നീ വിധാനത്തിലാണ് പൂജകളുള്ളത്. അതിൽ രുരുജിത്ത് വിധാനത്തിലാണ് ഈ ക്ഷേത്രം. രുരു എന്ന അസുരനെ സംഹരിച്ച ദേവി. അതുപോലെ രുരുജിത്ത് വിധാനത്തിൽ സപ്തമാതൃക്കൾക്കും പ്രധാന പങ്കുണ്ട്. അതുപോലെ വളരെയധികം പ്രത്യേകതയുള്ള ഈ ക്ഷേത്രത്തിലെ അമ്മയെ ഒരിക്കലെങ്കിലും വന്ന് തൊഴാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഭാഗ്യമായിരിക്കും. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടു കൂടിയുമുള്ള അമ്മയുടെ ദർശനം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും മാനസികമായ ശാന്തതയ്ക്കും ശാരീരികമായ ശുദ്ധിക്കും സഹായിക്കും. അമ്മയുടെ ദർശനവും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അമ്മേ നാരായണ.